യെസ്, പ്രിൻസിന്റെ ശബ്ദമാണ് നമ്മൾ കേട്ടത്. ഇന്നലെയും പ്രിൻസ് അകപ്പെട്ടിരിക്കുന്ന ദുരന്ത മുഖത്തിന്റെ അവസ്ഥ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അങ്ങേയറ്റം ക്ലേശകരമായ സാഹചര്യത്തിലാണ്. മാത്രമല്ല, ഇതൊരു അസാധാരണ പ്രതിസന്ധിയാണ്. റഷ്യൻ ഉക്രൈൻ യുദ്ധമേഖലയിലെ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് എന്ന പേരിലാണ് അനധികൃത റിക്രൂട്ടിംഗ് നടക്കുന്നത്. ഇത് പലപ്പോഴും ഏജൻസികൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ തട്ടിപ്പ് നടത്തുന്നു എന്നതാണ് ഇതിന്റെ വ്യാപ്തി വലുതാക്കുന്നത്. വലിയ ജോലികൾ, വിദേശത്ത് ഉയർന്ന ശമ്പളത്തിൽ വലിയ ജോലികൾ സ്വപ്നം കാണുന്ന യുവാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന ഈ നീക്കത്തിൽ മലയാളികളടക്കം നിരവധി പേർ ഇപ്പോഴും റഷ്യ ഉക്രൈൻ അതിർത്തി മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇക്കാര്യത്തിൽ കേരള കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പരാതിയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എംബസിയുടെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയുണ്ടാകുന്നു, ഉദ്യോഗസ്ഥർ വേണ്ട വിധത്തിൽ ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തിയില്ല എന്നാണ് പ്രിൻസ് അദ്ദേഹത്തിൻ്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുന്നു. ഡാൻ തന്നെയാണ് ഇന്നലെ പ്രേക്ഷകരെ ഈ കാര്യങ്ങൾ അറിയിച്ചത്. പ്രിൻസ് വീണ്ടും അവിടുത്തെ ആശങ്കകൾ പങ്കുവയ്ക്കുകയാണ്. ഒപ്പം പ്രിൻസ് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, താൻ നഗരത്തിലാണ്, കൂടെയുള്ള മറ്റുള്ളവർ യുദ്ധമുഖത്താണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് ആരൊക്കെയാണ്? ഒപ്പം ഈ തൊഴിൽ തട്ടിപ്പിന്റെ വ്യാപ്തി അങ്ങേയറ്റം വലുതാണ് എന്ന് കൂടിയല്ലേ വ്യക്തമാക്കപ്പെടുന്നത്? ഡാൻ. സജിത്ത്, ഇന്ത്യൻ പൗരന്മാർക്ക് പുറമെ നേപ്പാളിൽ നിന്നുള്ള പൗരന്മാരും സമാനമായ തരത്തിൽ ഈ തൊഴിൽ തട്ടിപ്പിന് ഇരയായിരുന്നു. അവരും സെക്യൂരിറ്റി ജോലിക്കെന്ന പേരിൽ റഷ്യയിൽ എത്തിയതായിരുന്നു. അവരെ യുദ്ധമുഖത്തെത്തിച്ച് ഇത്തരത്തിൽ കെണിയിൽപ്പെട്ടു എന്ന കാര്യം അറിഞ്ഞ ഉടൻ തന്നെ അവരുടെ എംബസികൾ ഇടപെട്ട് ട്രാവൽ പേപ്പറുകൾ അനുവദിച്ച് നേപ്പാളി പൗരന്മാർക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള അവസരമൊരുങ്ങി. അതുതന്നെയാണ് ഇപ്പോൾ പ്രിൻസ് പ്രധാനപ്പെട്ട ആശങ്കയായി നമ്മളോട് ഇന്ന് പുലർച്ചെ പങ്കുവെച്ചത്. അദ്ദേഹം പറയുന്നത് ഈ പാസ്പോർട്ട് വിസ ഇതൊന്നും കൈവശം കിട്ടത്തില്ല ഇപ്പോൾ, അതെല്ലാം റഷ്യൻ സൈന്യത്തിൻ്റെ കൈവശമാണ്. അതുകൊണ്ട് എംബസി ആവശ്യപ്പെടുന്ന പ്രകാരം അതൊന്നും ഹാജരാക്കാൻ ഒരിക്കലും കഴിയുന്ന സാഹചര്യമല്ല നിലവിലുള്ളത്. എങ്ങാനും പുറത്തേക്കിറങ്ങിയാൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സ്ഥിതിയുണ്ട്. അതിനിടയിലാണ് എംബസിയിൽ നിന്ന് വിളിച്ച ഉദ്യോഗസ്ഥർ തന്നെ ഈ കാര്യങ്ങൾ മോസ്കോ പോലീസിന് കബളിപ്പിക്കപ്പെട്ട കാര്യം പരാതിയായി എഴുതി നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് പ്രിൻസ് പറയുന്നത്. പക്ഷേ അത്തരമൊരു നീക്കത്തിന് വേണ്ടി പുറത്തേക്കിറങ്ങിയാൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് ഈ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിൽ തുടരുകയാണ് പ്രിൻസ്. ഇനി 30 ദിവസത്തെ അവധിയായിരുന്നു അനുവദിച്ച, അതിൽ 20 ദിവസം പൂർത്തിയാകുന്നു. ഇനി ഏതാണ്ട് 10 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ആ 10 ദിവസത്തിനകത്ത് പ്രിൻസിനെ അവിടെ നിന്ന് തിരികെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ വീണ്ടും യുദ്ധമുഖത്തേക്ക് തന്നെ പ്രിൻസിനെ അവർ കൊണ്ടുപോകുന്ന സ്ഥിതി ഉണ്ടാകും. പിന്നീട് ഈ വിനീതിനും ടിനുവിനും സംഭവിച്ച പോലെ ഇപ്പോൾ എവിടെയാണ് എന്ന കാര്യത്തിലടക്കം അവ്യക്തത തുടരുകയാണ്. ഇന്നലെ നമുക്ക് ലഭ്യമായ ഒടുവിലത്തെ വിവരം അനുസരിച്ച് ലിസ്റ്റുചെൻസിൽ, ഉക്രൈൻ അതിർത്തിയായ ലിസ്റ്റുചെൻസിലാണ് വിനീത് ഉള്ളത് എന്ന ശബ്ദ സന്ദേശമാണ് ഇന്നലെ നമുക്ക് ലഭിച്ചത്. അവിടെ നിന്ന് അവർ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ അടക്കം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും കഴിഞ്ഞിരുന്നു. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ എംബസിയുടെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ, ഈ ട്രാവൽ പേപ്പർ അനുവദിക്കുന്ന സാഹചര്യം പ്രിൻസിന് ഉണ്ടായില്ല എങ്കിൽ പ്രിൻസ് വീണ്ടും യുദ്ധമുഖത്തേക്ക് തിരികെ പോകേണ്ട ഒരു സ്ഥിതിയാണ് സംജാതമാകുന്നത്. അതിനു മുമ്പ് തന്നെ കൃത്യമായ ഇടപെടൽ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്ന്, മോസ്കോയിലെ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ 3 മലയാളികൾക്ക് പുറമെ നിരവധി ഇന്ത്യൻ പൗരന്മാർ അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്ന് തന്നെയാണ് പ്രിൻസിന്റെ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ടിനുവിനെ കുറിച്ച് യാതൊരു വിവരവും, അഞ്ചുതങ്ങ സ്വദേശിയായ ടിനുവിനെ കുറിച്ച് യാതൊരു വിവരവും പ്രിൻസിനോ വിനീതിനോ ഇല്ല. നമ്മൾ ആ രണ്ടുപേരുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. ലിസ്റ്റുചെൻസിൽ ടിനു ഉണ്ട്, ഏതോ ഒരു ക്യാമ്പിലാണ് എന്ന സൂചന മാത്രമാണുള്ളത്. അതിനപ്പുറത്തേക്ക് അവരുമായി ഒരു തരത്തിലും ബന്ധപ്പെടാൻ കഴിയുന്നില്ല. ഈ 3 പേരെയും 3 ക്യാമ്പുകളിൽ, 3 വ്യത്യസ്ത സ്ഥലങ്ങളിലെ ക്യാമ്പുകളിൽ യുദ്ധമുഖത്ത് ഈ യുക്രൈനെതിരെ പോരാടുന്നതിന് വേണ്ടി നിയോഗിക്കുന്ന സാഹചര്യമായിരുന്നു നേരത്തെ ഉണ്ടായത്. അതിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വെടിവെപ്പിൽ പരിക്കേറ്റത് പ്രിൻസിനായിരുന്നു. പ്രിൻസ് ആരോഗ്യനില വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. കേൾവിക്കുറവുണ്ട്, ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ കൂടി അലട്ടുന്നുണ്ട്. പക്ഷേ ഈ എംബസിയുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഇവിടേക്ക് തിരിച്ചു വരാൻ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് എംബസി ഇങ്ങനെയൊരു നടപടി സ്വീകരിക്കുന്നത്, പിടിവാശി തുടരുന്നത് എന്ന കാര്യത്തിലാണ് ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നത്. സജിത്ത്, ഈ വിഷയത്തിൽ നേരത്തെ വി മുരളീധരൻ കേന്ദ്രമന്ത്രി ആ കുടുംബത്തിലെത്തി ചില ഉറപ്പുകൾ കൈമാറി മക്കളെ നാട്ടിലെത്തിക്കും എന്ന കാര്യമൊക്കെ പങ്കുവച്ചിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്ന് വേണ്ടത് മനസ്സിലാക്കാൻ. ഒപ്പം ഇതേതെങ്കിലും ഒരു പ്രിൻസിന്റെയോ ടിനുവിന്റെയോ വിഷയത്തിനപ്പുറത്തേക്ക് ഇത് വളരെ വ്യാപ്തിയുള്ള നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമായി കൂടി ഇത് മാറുന്നു എന്നാണ് വേണം മനസ്സിലാക്കാൻ, അല്ലേ ഡാൻ?
തീർച്ചയായിട്ടും സജിത്ത്, ഇത് കേവലം 5 തെങ്ങിലെ 3 മലയാളി യുവാക്കളിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. ഇന്ത്യയിൽ നിന്ന് തന്നെ ഈ നമുക്ക് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഏതാണ്ട് 140 പേർ സമാനമായ രീതിയിൽ അവിടെ കുടുങ്ങിയിട്ടുണ്ട് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. പക്ഷേ ഈ ഔദ്യോഗിക രേഖകളിൽ, സർക്കാർ രേഖകളിൽ അത് 30 മുതൽ 40 വരെ ആകാമെന്ന് മാത്രമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഉൾപ്പെടെ, അതുകൊണ്ട് തന്നെയാണ് ഈ പ്രിൻസ് പറയുന്നത് നേപ്പാളി പൗരന്മാർക്ക്, ഈ കെണിയിൽപ്പെട്ട നേപ്പാളി പൗരന്മാർക്ക് തിരികെ വരാൻ അവരുടെ കോൺസുലേറ്റ് സഹായം ചെയ്തു നൽകിയിട്ടുണ്ട് എന്നും. അതായത് 30 വർഷമായി ഈ റഷ്യയിൽ തന്നെ തുടരുന്ന ഒരു ഏജന്റാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഇവരെ ഇവിടെ നിന്ന് അവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. സെക്യൂരിറ്റി ജോലിക്കെന്ന പേരിലാണ് അവിടേക്ക് എത്തിച്ചത്. പക്ഷേ അയാളുടെ കൃത്യമായ അറിവോടെ തന്നെയാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത് എന്നും പ്രിൻസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാൾ ഏത് സ്വാധീനം ഉപയോഗിച്ചാണ് ഇവിടെ നിന്ന് ഇത്രയധികം യുവാക്കളെ ഈ രാജ്യത്ത് നിന്ന് ഈ റഷ്യയിലേക്ക് എത്തിച്ചത്? അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെയാണ്? ഇതടക്കമുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോഴും ജീവനോടെ വിനീതിനെയും ടിനുവിനെയും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റാൻ കൃത്യമായ ഇടപെടൽ ദേശീയ തലത്തിൽ, പ്രത്യേകിച്ച് വിദേശകാര്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് അനിവാര്യത കൂടിയാണ് ഈ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത്. സജിത്.